താരൻ എന്ന വീരനെ വേരോടെ തുരുത്താൻ പല മാർഗങ്ങളും ട്രൈ ചെയ്ത് അവസാനം പരാജയപ്പെട്ടവരായിരിക്കും നമ്മളിൽ കൂടുതൽ പേരും. താരൻ ശല്യം വർഷങ്ങളായിട്ടുണ്ടെങ്കിലും നമ്മളത് കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത് മുടി അധികമായിട്ട് കൊഴിഞ്ഞു തുടങ്ങുമ്പോഴാണ്. അപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, നമുക്ക് അറിയാവുന്ന ആരെങ്കിലും പറഞ്ഞു തന്ന ഒരു എണ്ണ അല്ലെങ്കിൽ ആൻറ്റി ഡാൻഡ്രഫ് ക്രീംസോ അല്ലെങ്കിൽ ഷാമ്പൂ ഒക്കെ തേച്ച് ഒരു താൽക്കാലിക ശമനം കണ്ടെത്താൻ നമ്മളെല്ലാവരും ശ്രമിക്കും. പക്ഷെ പ്രശ്നം അപ്പോഴും തീരുന്നില്ല. ഈ പ്രൊഡക്ട്സ് ഒക്കെ നിർത്തുന്ന സമയത്ത് ഈ താരൻ ശല്യം വീണ്ടും തുടങ്ങും. അസഹനീയമായ തലചൊറിച്ചിലും മുടി കൊഴിച്ചിലും തുടങ്ങി മാനസിക പ്രശ്നങ്ങൾ വരെ ഉണ്ടാകുന്ന ഒരു രോഗമായതുകൊണ്ട് തന്നെ ആയുർവേദത്തിൽ ഡാൻഡ്രഫിനെ ദാരുണക എന്ന പേരിലാണ് വിശദീകരിച്ചിരിക്കുന്നത്. പൊല്യൂഷൻ, അൺഹൈജീൻ പോലുള്ള ബാഹ്യമായ കാരണങ്ങളെ കൂടാതെ ശരീരത്തിലെ വാതകഫ ദോഷങ്ങളുടെ ഇംബാലൻസും ഡാൻഡ്രഫിന് കാരണമാകുന്നു. നമ്മളിത് പുറമേ കാണുന്ന ഒരു അസുഖമാണെന്ന് കരുതി പുറമേക്കുള്ള ചികിത്സകൾ മാത്രം ചെയ്തു കഴിഞ്ഞാൽ താരൻ